ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്ന് നമുക്ക് ലക്ഷദ്വീപ് സ്പെഷ്യൽ കേലാഞ്ചി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അതിനായി 2 ഗ്ലാസ് പച്ചരി ഒരു 10 മിനിറ്റ് കുതിർത്തിടുക. 2 ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 4 മുട്ട എടുക്കണം കേട്ടോ. എന്നിട്ട് പച്ചരി നല്ല ഫൈനായിട്ട് ഗ്രൈൻഡറിലോ മിക്സിയിലോ എങ്ങനെയായാലും വേണ്ടിയില്ല, നല്ല സൂപ്പറായിട്ട് അരച്ചെടുക്കുക. ആ അരയ്ക്കുന്നതിൽ നമ്മൾ മുട്ടയും പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ആക്കുക. ബാക്കി കാര്യങ്ങൾക്കായി നമുക്ക് ഷെമിനെ കാതിർത്താലോ. ഓക്കെ, റെഡി, ലെറ്റ്സ് ഗോ. നമ്മൾ നേരത്തെ അരച്ചു വെച്ച് മാവിലേക്ക് എന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്ക് ചോദിക്കണ്ടേ. ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഇത് ലക്ഷദ്വീപിലെ സ്പെഷ്യൽ ഫുഡ് കേലാഞ്ചി. നമുക്ക് ചോദിക്കാം. ഇത് അരച്ച് വെച്ചപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വയ്ക്കണം. അരച്ചാൽ നമ്മൾ കട്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിങ്ങനെ വെള്ളം പോലെ ഉണ്ടാകണം. നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചുകൊണ്ട് ഗ്രൈൻഡറിൽ വെള്ളം ഒഴിച്ചിട്ട് അത് കഴുകിയിട്ട് ആ വെള്ളം തന്നെ ഇതിലൊഴിച്ചാൽ മതി. പാത്രത്തിൽ വെക്കുമ്പോൾ അരിപ്പ് വെച്ചരിക്കണം. ഒരു കുരുകുരു ഉണ്ടാവില്ലേ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് നൈസായിട്ട് വെള്ളം പോലെ ഉണ്ടാകണം. എന്നിട്ട് വന്ന് നമ്മുടെ പാത്രം ഇങ്ങനെ അടുപ്പിൽ കത്തിച്ച് വെച്ചുണ്ടാക്കിയാൽ അത് രസമിടും. ഗ്യാസിനൊക്കെ ഉണ്ടാക്കാം, പക്ഷെ അടുപ്പിലാണ് നല്ലത്. ഇത് നമ്മുടെ നാട്ടിലെ ഉരുളി തന്നെയാണ്. നോക്കണേ, അപ്പൊ ഇതിലാണ് കേലാഞ്ചി ഉണ്ടാക്കല്. ഒഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ കറക്കി. ഇതെങ്ങനെ വെച്ചാലും പ്രശ്നമില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് പോലല്ലോ. തീ എത്തി ഉടനെ അത് ഉണ്ടാവും. കുറച്ച് ചൂട് മതി. നമ്മള് ഉള്ളില് പായസമൊക്കെ വെക്കല്ലേ ചെയ്യാം, പക്ഷെ ഇവര് ഇതില് കേലാഞ്ചി ഉണ്ടാക്കല്. പക്ഷെ നമ്മൾ കഴിക്കാനിരുന്നാൽ ചെറുതല്ലേ കിട്ടിയുള്ളൂ. ഇപ്പം നമുക്ക് എത്ര വലിപ്പം. ഇത് മടുക്കിയിട്ട് ഇതിൻ്റെ ഷേപ്പ് ഞാൻ കാണിച്ചു തരാം മടുക്കുന്നത്. അരക്കുമ്പോൾ ഗ്രൈൻഡറിട്ട് നമ്മൾ അരക്കൂലേ, അരക്കുമ്പോൾ ഉപ്പ് ഇടണ്ട, പഞ്ചസാര ഇടില്ല, ഒന്നും ഇടില്ല, വെറും വെള്ളം. അതിൽ 2 കോഴിമുട്ട ഇട്ടത് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. മുട്ടയും അരിയും മാത്രം അരക്കും. എന്നിട്ട് ഇത് അരച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇപ്പം മടക്കുന്ന ഷേപ്പ് കാണിച്ചു തരാം. കഴിക്കുമ്പോഴാണ് മാത്രം തേങ്ങാപ്പാൽ പുഴിഞ്ഞിട്ട് അത് ചക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും കലക്കിയിട്ട് പഴം അരിഞ്ഞിട്ട് നമ്മൾ തിന്നാൻ ഉപയോഗിക്കും. ഇപ്പം ഫുള്ള് കംപ്ലീറ്റ് ആയല്ലോ, ഫിനിഷ്. നമ്മളെ കറക്റ്റ് അനുസരിച്ച് ഫുള്ള് ഫിനിഷാകും. നേരത്തെ വെച്ച കഴിയുമ്പോൾ ആവും തീ കൂടുതലുണ്ടാവുന്നത്. പക്ഷെ നമ്മളെ കൈ ചൂടടിക്കുന്നതുകൊണ്ട് ഞാൻ വെക്കാത്തത്. എനിക്കറിയാൻ വരില്ല. കേലാഞ്ചി ഇങ്ങനെ ഉണ്ടാവും. നീ മടക്കോ സൂപ്പർ പോലെ അല്ലേ. ഇതാണ് കേലാഞ്ചി. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് കുറച്ച് മടക്കും. നമ്മളെ ഇഷ്ടം പോലെ മടക്കുക. എന്നിട്ട് ഇവിടെ മടക്കണം. ഈ സൈഡിൽ നിന്ന് കുറച്ച്, സൈഡിൽ നിന്ന് കുറച്ച്, എന്നിട്ട് വലുപ്പത്തിൽ ഇപ്പം കവർ പോലെ ആകുമ്പോൾ വൃത്തിയില്ല. കുറേ കഴിഞ്ഞാൽ പാത്രത്തിൽ വെക്കുന്നു. എന്നിട്ട് ഇത് ത്രികോണം വേണമെങ്കിൽ ഇത് മടുക്കാം. ത്രികോണമാക്കാം. വേണമെങ്കിൽ നമ്മളെ സ്റ്റെപ്പ് അനുസരിച്ച്. കഴിക്കാൻ വേണ്ടി പാലും പഴവുമാണ് ഉപയോഗിക്കുക. തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അതിൽ മധുരം. അത് ചക്കര ആയാലും കുഴപ്പമില്ല, പഞ്ചസാര ആയാലും പ്രശ്നം. നമ്മളെ വീട്ടിലുള്ളത് തന്നെ ഉണ്ടാക്കാം. എന്നിട്ട് അത് പഴം മുറിച്ചിട്ടിട്ട് ഇങ്ങനെ പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ. അറിയാം. സൂപ്പറാണോ? സൂപ്പർ. ഇതിന് മധുരം ഉണ്ടായോണ്ടാണ് ഈ മാവില് ഉപ്പിടാത്തത്. ഇത് രണ്ടും കൂട്ടി തിന്നുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇത് കറിയും കൂട്ടിയിട്ട് തിന്നാം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് കറി, മധുരം ഇഷ്ടമില്ലാത്തവർക്ക് കറിയും കൂട്ടും. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിന് സൂപ്പർ ടേസ്റ്റ്.
അടിപൊളി. ആരെങ്കിലും ലക്ഷദ്വീപൊക്കെ വന്നാൽ ഇത് കഴിക്കാതെ പോയത്. അത്രയും അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കേലാഞ്ചി ഉണ്ടാക്കല്ലേ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.